വ്യക്തിജീവിതത്തിൽ വളരെയധികം സ്വകാര്യത സൂക്ഷിക്കുന്ന നടിയാണ് ശോഭന. സ്വകാര്യതയിൽ കടന്നുള്ള ചോദ്യങ്ങൾ ശോഭന അഭിമുഖങ്ങളിലൊന്നും പ്രോത്സാഹിപ്പിക്കാറുമില്ല. വളരെ അപൂർവമായി തൻ്റെ കുടുംബത്തെക്കുറിച്ച് നടി സംസാരിക്കാറുള്ളൂ. മകൾ അനന്ത നാരായണിയാണ് ശോഭനയ്ക്കെല്ലാം. മകളുടെ സ്വകാര്യത കണക്കിലെടുത്ത് ഫോട്ടോ പോലും ശോഭന എവിടെയും പങ്കുവെക്കാറില്ല. ഇപ്പോഴിതാ ശോഭനയുടെ മകളെക്കുറിച്ച് നടി രാധിക ശരത് കുമാർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. തൻ്റെ മകളായ റയാനോട് റയാൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു രാധിക ശരത് കുമാർ. അമ്മമ്മയാണ് നിന്നെ എന്നത്തേക്കാളും നോക്കുന്നത്. ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ കരഞ്ഞുകൊണ്ടാണ് വർക്കിന് പോയത്. മിക്ക നായികമാർക്കും ഉപദേശം നൽകിയാണ് പിന്നെ ഞാൻ. ഒരു ദിവസം ശോഭന എന്നെ വിളിച്ച് ഓർക്കുന്നു. രാവിലെ 5 മണിക്കാണ്. അവർ കരയുകയായിരുന്നു. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ മകളെ കൂട്ടാതെ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇതിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് ശോഭന. അവൾക്ക് കുഴപ്പമുണ്ടാകില്ല. 2 മിനിറ്റിൽ അവൾ നിന്നെ മറക്കും. ഡൽഹിയിലെത്തും വരെ നീ മാത്രമാണ് കരയുന്നതെന്ന് ഞാൻ മറുപടി നൽകി. ഇപ്പോഴും ശോഭന അത് പറഞ്ഞ് ചിരിക്കുമെന്ന് രാധിക ശരത്കുമാർ പറയുന്നു. അഭിനയവും നൃത്തവുമായി തിരക്കിലാണ് ശോഭന ഇപ്പോൾ. മകൾ അനന്തനാരായണി സ്കൂളിൽ പഠിക്കുന്നു. മകളെക്കുറിച്ചുള്ള ചില അഭിമുഖങ്ങളിലൂടെ ശോഭന സംസാരിച്ചിട്ടുമുണ്ട്. മകൾ വലുതായ ശേഷം പേരൻറ്റിങ് വ്യത്യാസമുണ്ട്. പേടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അപ്പോൾ ഞാൻ മോളെ ഒക്കെ പറയും ചോദിക്കും. പേരൻറ്റിങ് നല്ല രീതിയിൽ പോകുന്നെന്നും ശോഭന ഒരിക്കൽ പറയുന്നുണ്ടായി. മകളുടെ ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ എടുക്കാൻ ശ്രമിച്ചയാളെക്കുറിച്ചും ശോഭന അന്ന് സംസാരിച്ചിരുന്നു. എൻ്റെ മോൾ ഒരു ഭരതനാട്യം പ്രോഗ്രാമിന് പോയി. തിരിച്ചു വന്നപ്പോൾ അവർ പറയുന്നു, അമ്മയ്ക്കറിയാമോ, നമുക്കറിയാവുന്ന ആ സ്ത്രീ എൻ്റെ ഫോട്ടോഗ്രാഫുകൾ സൈഡിലൂടെ എടുക്കുന്നതും ഷെയർ ചെയ്യുന്നതും ചെയ്തതാണ്. ഉറപ്പാണോ മോളെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ ചോദിച്ചു. ഉറപ്പായിരുന്നു. എൻ്റെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അതെന്നെ ഇറിറ്റേറ്റ് ചെയ്തു. കാരണം അത് അന്യരായ ആളല്ല, നന്നായി അറിയുന്ന ആളാണ്. എനിക്ക് അത്ഭുതമാണ് അതെല്ലാമെന്ന് അന്ന് ശോഭന പറഞ്ഞു. അനന്തനാരായണി ഡാൻസ് പെർഫോമൻസുകൾ ചെയ്യാറുണ്ടെങ്കിലും ശോഭന അതൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല. അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് ശോഭന. മലയാളത്തിൽ തുടരുമെന്ന സിനിമയിൽ അവസാനമായി അഭിനയിച്ചു. മോഹൻലാലിനൊപ്പം അഭിനയിച്ച ചിത്രം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു.